കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ജൂൺ 1 മുതൽ 30 വരെയുള്ള കാലയളവിലാണ് വയനാട് ജില്ലയിലാകെ 135 കേസുകൾ രജിസ്റ്റർ ചെയ്തത്. വിവിധ സ്റ്റേഷൻ പരിധികളിലായി നടത്തിയ പരിശോധനകളിൽ 148 പേരെ അറസ്റ്റ് ചെയ്തു. പരിശോധനയിൽ 110.267 ഗ്രാം MDMA, 8 കിലോഗ്രാമോളം കഞ്ചാവ്, 7.7 ഗ്രാം ഹാഷിഷ് ഓയിൽ, 101 കഞ്ചാവ് നിറച്ച സിഗരറ്റുകൾ എന്നിവ പിടിച്ചെടുത്തു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് 66 പേർക്കെതിരെയും കേസെടുത്തു. മാനന്തവാടി, തിരുനെല്ലി മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടികളും കണ്ടെടുത്തു. ജില്ലാ അതിർത്തികളിലും പ്രധാന കേന്ദ്രങ്ങളിലുമായി പ്രത്യേക പരിശോധനകൾ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ മെയ് 18 മുതൽ ഇതുവരെയുള്ള സമയത്ത് ഇത്രയും നാളുകൾക്കുള്ളിൽ തന്നെ നമ്മൾ 140 പരം കേസിലെടുക്കുകയും 165 പരം ആളുകളെ ഈ ട്രാഫിക്കേഴ്സിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കർശനമായ നടപടി സ്വീകരിക്കുകയാണ്. ഇത് സമൂഹത്തിൻ്റെ മൊത്തം ഒരു സമൂഹത്തിനെ മൊത്തം മാരകമായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ്. ഈ വരുന്ന തലമുറയെ, വിദ്യാർത്ഥികളെ, നമ്മുടെ യുവജനങ്ങളെ സംരക്ഷിക്കുക, ഈ മയക്കുമരുന്നിൻ്റെ മാരകമായ വിപത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുക, രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം, സാമൂഹിക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ലഹരിക്കടത്ത്, വിൽപ്പന, ഉപയോഗം എന്നിവ തടയുന്നതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച നാർക്കോട്ടിക് സ്നിഫർ ഡോഗ് സ്ക്വാഡ്, പോലീസ് ഡ്രോൺ എന്നിവയുടെ സേവനവും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള ശക്തമായ നിയമ നടപടികളും തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കി. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രഹസ്യ വിവരങ്ങളും പരിശോധനകൾക്ക് സഹായകരമാകുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, വയനാട്.